നമസ്കാരം, ക്രൈംബ്രാഞ്ചിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന കുറ്റകൃത്യ സംഭവങ്ങളിലേക്ക്. ഈ കുറ്റകൃത്യ വാർത്തകൾ വിശദമായി. യുവതിയെ മൃഗീയമായി കൊലപ്പെടുത്തി വഴിയിൽ ഉപേക്ഷിച്ചു. തമിഴ്നാട് കേരള അതിർത്തിയായ കളിയിക്കാവിളയിലാണ് 29-കാരിയുടെ നഗ്ന മൃതദേഹം കണ്ടെത്തിയത്. ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വഴിയിൽ ഉപേക്ഷിച്ചതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഹസീനയുടെ മൃതദേഹം കണ്ടത്. ശരീരത്തിൽ വസ്ത്രങ്ങളില്ലാത്ത നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിൽ ബലാത്സംഗം നടന്നതിന്റെ ലക്ഷണങ്ങളുള്ളതായി തമിഴ്നാട് പോലീസ് പറഞ്ഞു. കൊല നടത്തിയ ശേഷം പ്രതികൾ മൃതദേഹം ഉപേക്ഷിച്ചു പോയതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. വിവാഹമോചിതയായ ഹസീന പൂവച്ചലിലുള്ള വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പമാണ് താമസിച്ചു വന്നിരുന്നത്. 12 വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട് ഹസീനയ്ക്ക്. സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയെന്നാണ് ഹസീന തന്റെ ജോലിയെക്കുറിച്ച് അയൽവാസികളോട് പറഞ്ഞിരുന്നത്. എന്നാൽ കോവളം കേന്ദ്രീകരിച്ച ചില വഴിവിട്ട ബന്ധങ്ങൾ ഹസീനയ്ക്ക് ഉണ്ടായിരുന്നതായി പോലീസ് സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെ കോവളം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാകും നടത്തുകയെന്ന് തമിഴ്നാട് പോലീസ് പറഞ്ഞു. കേസന്വേഷണത്തിന് കേരള പോലീസിന്റെ സഹായം ആവശ്യപ്പെടുമെന്നും തമിഴ്നാട് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വൈപ്പിൻ പീഡനക്കേസിൽ പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് വീണ്ടും ലൈംഗിക പീഡനം. മുണ്ടക്കയം സ്വദേശിയായ ദീപുവാണ് വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചത്. പെൺകുട്ടി കാഞ്ഞിരപ്പള്ളി പോലീസിന് നൽകിയ പരാതിയെ തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തു. വൈപ്പിൻ പീഡനക്കേസിൽ പീഡനത്തിനിരയായ 21 വയസ്സുള്ള പെൺകുട്ടിക്കാണ് വീണ്ടും ലൈംഗിക പീഡനം ഏൽക്കേണ്ടി വന്നത്. സംഭവത്തിൽ പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് മുണ്ടക്കയം സ്വദേശിയായ ദീപുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പീഡനത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: വൈപ്പിൻ പീഡനക്കേസിലെ ഇരയായ പെൺകുട്ടിക്ക് പരിചയത്തിന്റെ പേരിൽ മുണ്ടക്കയം സ്വദേശി ദീപു ഒരു ഹോം നേഴ്സ് സ്ഥാപനത്തിൽ ജോലി വാങ്ങി നൽകി. തുടർന്ന് പെൺകുട്ടിയുമായി ദീപു പ്രണയത്തിലായി. വിവാഹ വാഗ്ദാനം കൊടുത്ത യുവതിയെ ദീപു തന്റെ പുഞ്ചവയലിലെ വീട്ടിലെത്തിച്ച് നിരവധി തവണ ലൈംഗികമായി പീഡിപ്പിച്ചു. പെൺകുട്ടി ഗർഭിണിയായതിനെ തുടർന്ന് ദീപു തന്നെ പെൺകുട്ടിയെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി ഗർഭചിത്രവും നടത്തി. പിന്നീട് പെൺകുട്ടി വിവാഹകാര്യം പറയുമ്പോൾ ഇയാൾ ഒഴിഞ്ഞു മാറുകയും പെൺകുട്ടിയെ ഒഴിവാക്കുകയുമായിരുന്നു. ഒടുവിൽ മറ്റൊരാളെ വിവാഹം കഴിച്ച് ചെങ്ങന്നൂരിൽ താമസിക്കുകയായിരുന്ന പെൺകുട്ടിയെ ദീപു ഫോണിൽ വിളിച്ച് പഴയ കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി 3 പ്രാവശ്യമായി 75,000 രൂപ തട്ടിയെടുത്തു. ബ്ലാക്ക് മെയിൽ തുടരുകയും 1 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തപ്പോഴാണ് യുവതി കാഞ്ഞിരപ്പള്ളി സിഐക്ക് പരാതി നൽകിയത്. പരാതിയെ തുടർന്ന് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയും മുണ്ടക്കയം സ്വദേശി ദീപുവിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. കാഞ്ഞിരപ്പള്ളി സിഐ ശ്രീജിത്ത്: ഇത് വൈപ്പിൻ സ്വദേശിനിയായ 20 വയസ്സുള്ള പെൺകുട്ടിയുടെ പരാതി പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസാണ്. മുണ്ടക്കയം പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ പെൺകുട്ടിയെ 2012 ആഗസ്റ്റ് മാസം മുതൽ മുണ്ടക്കയം പുഞ്ചവൽ സ്വദേശിയായ ദീപു എന്നയാൾ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന വാഗ്ദാനം കൊടുത്ത ശേഷം പുഞ്ചവലിലുള്ള തൻ്റെ വീട്ടിലും അതുപോലെ തന്നെ മുണ്ടക്കയത്തുള്ള 2 ലോഡ്ജുകളിലും പെൺകുട്ടിയെ കൊണ്ടുപോയി ശാരീരികമായി ഉപയോഗിച്ച ശേഷം ആ വർഷം തന്നെ പെൺകുട്ടി ഗർഭിണി ആവുകയും തുടർന്ന് നിർബന്ധിച്ച പെൺകുട്ടിയെ അബോർഷൻ നടത്തിക്കുകയും വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തിരുന്ന ആളാണ് പ്രതി. അനൂപിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിയെ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കണ്ണൂരിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥിക്ക് സഹപാഠികളുടെ ക്രൂര പീഡനം. കണ്ണൂർ പട്ടുവം മോഡൽ റെസിഡൻസി സ്കൂളിലെ +2 വിദ്യാർത്ഥി അനൂപ് ആനന്ദാണ് പീഡനത്തിന് ഇരയായത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 100-ലധികം വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന സ്കൂളിലെ ഹോസ്റ്റലിൽ വെച്ചാണ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചത്. മദ്യപിക്കാനും മയക്കുമരുന്ന് ഉപയോഗിക്കാനും അനൂപിനെ കൂട്ടുകാർ നിർബന്ധിക്കുകയായിരുന്നു. നിർബന്ധത്തിന് വഴങ്ങാത്ത അനൂപിനെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. അനൂപ് പറഞ്ഞു: ഞാൻ ഫോൺ റൂമിൽ വെച്ചിട്ട് കഴിക്കാൻ പോയായിരുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോൾ അത് രാജു മാത്രമേ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കണ്ടുള്ളൂ. ഞാൻ പറഞ്ഞു, രാജുവിൻ്റെ അടുത്ത് എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഫോൺ എടുത്ത് തേര് പറഞ്ഞത് രാജു ആയിരുന്നു എന്ന് തോന്നുന്നു പറഞ്ഞു. അതിന് വന്ന് രാജു വെറുതെ അടിച്ചു. ഞാനൊരു തെറ്റും ചെയ്യാണ്ടിരുന്നിട്ടും ഞാനിപ്പോൾ പുറത്തല്ലേ,
അപ്പം തെറ്റ് ചെയ്തിട്ടും എല്ലാം ചെയ്തിട്ടും അവിടെ നിൽക്കുന്നവരുണ്ടല്ലോ, തെറ്റ് ചെയ്തിട്ടും ഒരാവശ്യമില്ലാണ്ട് ഗവൺമെൻറ് ഇപ്പോഴും അവിടെ ഫണ്ടും കൊടുത്ത് നിർത്തിയിരിക്കുന്നവരില്ല. എന്നെ തല്ലിയവർ സഹിതം അവരെ അവിടെ നിന്ന് പുറത്താക്കണം. 2 വർഷമായി മകനെ ക്രൂരമായി പീഡിപ്പിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പരാതി നൽകിയിട്ടും അധികൃതർ നടപടിയെടുത്തില്ലെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു. പ്രായമായിരുന്നു. കഴിഞ്ഞ വർഷം മൊത്തം ഇവനെ കക്കൂസിനകത്ത് പൂട്ടിയിടുക, അടച്ച റൂമുകളിൽ പൂട്ടിയിടുക, പിന്നെ തുറന്നൊന്നും വിടുകയില്ലായിരുന്നു. എന്നിട്ട് പോലും അവരൊന്നും പറഞ്ഞു കൊടുത്തൊന്നുമില്ലല്ലോ. വീട്ടിൽ വന്ന് ഇവൻ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഭയങ്കര പീഡനമായിരുന്നു, ഭയങ്കര പീഡനം. ജയിലിൽ പോലും ഇല്ല ഇത്രയും ശിക്ഷ. പിന്നെ ഞങ്ങൾ ചേർത്തും പോയി കൊണ്ടുപോകാനൊക്കെ അതും വയ്യ, ഒന്നുമല്ലാത്ത സ്ഥിതിയായിരുന്നു. വിദ്യാർത്ഥിയുടെ പരാതിയെ തുടർന്ന് പോലീസും പട്ടികജാതി വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്കൂൾ അധികൃതരെ ഉപരോധിച്ചിരുന്നു. പരീക്ഷ അടുത്തിരിക്കെ വിദ്യാർത്ഥിയുടെ പഠനം അവതാളത്തിലായിരിക്കുകയാണ്. അനൂപിനെ രക്ഷിതാക്കൾ സ്വദേശമായ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. അധ്യാപികയെ വീട്ടിൽ അതിക്രമിച്ച് കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ ഡിവൈഎസ്പിക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കാത്തതിൽ പോലീസ് സേനയ്ക്കുള്ളിലും പ്രതിഷേധം. സംഭവം കഴിഞ്ഞ് 1 മാസം പിന്നിട്ടിട്ടും വകുപ്പ് തല നടപടി ഉണ്ടാകാഞ്ഞത് ഏറെക്കുറെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. വയനാട്ടിൽ നിന്നും അനൂപ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അധ്യാപികയെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ച കേസിൽ പ്രതിയായി ജയിലിൽ കഴിഞ്ഞ ഡിവൈഎസ്പിയെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാതെ സംരക്ഷിക്കുന്നതിലാണ് പ്രതിഷേധം. അധ്യാപികയായ കേണിച്ചിറ കോളേരി സ്വദേശിയെയാണ് കഴിഞ്ഞ മാസം 6-ന് പുലർച്ചെ കൽപ്പറ്റ ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി AJ ജോർജ് പീഡിപ്പിച്ചത്. പോലീസിലെ ഒരു ASIയുടെ ഭാര്യയാണ് പീഡനത്തിനിരയായത്. പുലർച്ചെ പൂട്ടിയിട്ട ഗേറ്റ് തള്ളി തുറന്ന് വീട്ടിലെത്തിയ ഡിവൈഎസ്പി മദ്യലഹരിയിൽ അസഭ്യം പറയുകയും പീഡിപ്പിക്കുകയുമായിരുന്നു. അധ്യാപിക ബഹളം വെച്ചതോടെ ഓടിക്കൂടിയ പരിസരവാസികൾ ഡിവൈഎസ്പിയെ തടഞ്ഞുവെച്ചു. പിന്നീടെത്തിയ കേണിച്ചിറ പോലീസാണ് ജോർജിനെ കസ്റ്റഡിയിലെടുത്തതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും. കേസിൽ കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തിരുന്നു. എന്നാൽ സംഭവം കഴിഞ്ഞ് 2 മാസം പിന്നിട്ടിട്ടും പ്രതിക്കെതിരെ വകുപ്പുതല നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വകുപ്പുതല നടപടികളിൽ നിന്ന് പ്രതി സംരക്ഷിക്കപ്പെടുകയാണ്. ജില്ലാ പോലീസ് സേനയിൽ ഇതു സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു. പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ നടപടി ഉടൻ ഉണ്ടാകണമെന്നാണ് പോലീസ് സേനയിൽ നിന്ന് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. ഇടുക്കി ബൈസൺ വാലിയിൽ വീടിനുള്ളിൽ ദമ്പതികൾ വെട്ടേറ്റ് മരിച്ചു. സംഭവത്തിൽ അയൽവാസികളായ അച്ഛനും മകനും പിടിയിൽ. മുരുകൻ, മകൻ കുറുപ്പുസ്വാമി എന്നിവരാണ് അറസ്റ്റിലായത്. മുൻവൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഇതിനിടെ വെട്ടേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ബിജുവിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. ബുധനാഴ്ച രാത്രിയോടെയായിരുന്നു പൊട്ടൻകാട് ചൂരക്കവേലിൽ അപ്പുകൂട്ടൻ ഭാര്യ ശാന്തമ്മ എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത്. മുൻവൈരാഗ്യമാണെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ പൂപ്പാറ സ്വദേശികളായ മുരുകൻ എന്ന ജയരാജൻ, മകൻ കറുപ്പുസ്വാമി എന്ന വാഞ്ചിനാഥൻ എന്നിവർക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇതിനിടെയാണ് ഇരുവരും പൂപ്പാറയിൽ നിന്നും പിടിയിലായത്. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. പിടിയിലായ കറുപ്പുസ്വാമിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളാണ് ഇന്നലെ കൊല്ലപ്പെട്ട അപ്പുകൂട്ടനും വെട്ടേറ്റ് ചികിത്സയിൽ കഴിയുന്ന മകൻ ബൈജുവും. അതിർത്തി തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ മാർച്ച് 14-നായിരുന്നു ഈ സംഭവം. ഇതിനിടെ കൊല്ലപ്പെട്ട അപ്പുക്കുട്ടൻ, ഭാര്യ ശാന്തമ്മ എന്നിവരുടെ മൃതദേഹങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. വെട്ടേറ്റ് ചികിത്സയിൽ കഴിയുന്ന മകൻ ബൈജുവിൻ്റെ നില ഗുരുതരമായി തുടരുകയാണ്. ബൈജുവിൻ്റെ ശരീരത്തിൽ നിരവധി മാരകമായ വെട്ടുകളേറ്റിട്ടുണ്ട്. നമ്മുടെ ചേട്ടനെ വെട്ടുവാണ് ചെയ്തത്. 10-60 വെട്ടോളും 10-35 വെട്ടോളം ഇപ്പോൾ നിലവിൽ കണ്ടു. അതിക്രൂരമായിട്ട് കാലൊക്കെ ഒത്തിരി വെട്ടിയിട്ടുണ്ട്, പുറമൊക്കെ വെട്ടിയിട്ടുണ്ട്. അത് വ്യക്തിവൈരാഗ്യം തീർത്ത് വെട്ടിയതാണ്. പ്രതികളുമായി പോലീസ് വിവിധ സ്ഥലങ്ങളിലെത്തി തെളിവെടുപ്പ് നടത്തി. പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് അടിമാലി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.